السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തുകളുടെ വിശദീകരണമാണ് ഈ ദർസുകളിൽ നമ്മൾ പഠിക്കാറുള്ളത്. ഹുജറാത്തിലെ 6-ാമത്തെ ആയത്താണ് ഇനി വിശദീകരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുജറാത്തിൽ 6-ാമത്തെ വചനത്തിൽ അവൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സൂറത്തുൽ ഹുജറാത്തിൽ 3-ാമത്തെ തവണയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നത്. ഈ ആയത്തിൽ മുൻപ് നമ്മൾ വിവരിച്ചതുപോലെ സൂറത്തുൽ ഹുജറാത്തിൽ 5 സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വന്നിട്ടുണ്ട്. 1-ാമത്തെ തവണ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ബാധ്യതയാണ് പറഞ്ഞത്. 2-ാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത പ്രത്യേകമായി പറഞ്ഞു. 3-ാമത്തെ ഈ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ എന്ന ഈ ആയത്തിൽ മുഅ്മിനീങ്ങൾ തമ്മിൽ പാലിച്ചിരിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. ഈ ആയത്തിനെക്കുറിച്ച് മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞു, ഹാദിഹിൽ ആയ അസ്ലുൻ അദീമുൻ ഫീ തസറുഫാത്തി ഉലാത്തിൽ ഉമൂർ വ തആമുലിൻ നാസി ബഅദിഹിം ബിബഅദ്. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ മഹത്തരമായ ഒരു അടിത്തറ പഠിപ്പിക്കുന്ന വലിയ തെളിവുകളിൽപ്പെട്ടതാണ്. 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. 1-ാമത്തെ കാര്യം, ഭരണകർത്താക്കൾ, നേതാക്കന്മാർ അവർ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപഴകുമ്പോൾ, നടപടികൾ സ്വീകരിക്കുമ്പോൾ, എന്തെങ്കിലും വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഭരണാധികാരികൾക്ക് ഈ ആയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ 2 ആളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഏതൊരാളും ഒരർത്ഥത്തിൽ ഭരണാധികാരിയാണ്. അപ്പോൾ വലിയ ഭരണാധികാരികൾ, രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഇതിൽ ഉൾപ്പെടുന്നത് പോലെ ഒരു കോടതിയിൽ വിധി പറയുന്ന ന്യായാധിപൻ, അദ്ദേഹത്തിന് ഈ കാര്യം ബാധകമാണ്. എന്തിനധികം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ 2 ആളുകൾക്കിടയിൽ ഒരു പരീക്ഷയിൽ വിധി പറയാനിരിക്കുന്ന ഒരാൾ, അദ്ദേഹം പോലും ഒരർത്ഥത്തിൽ ഭരണാധികാരിയുടെ ബാധ്യതകൾ ബാധകമായ ഒരാളാണ്. കാരണം ഈ 2 ആളുകൾക്കിടയിൽ വിധി പറയുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കുമ്പോൾ നേതാക്കന്മാർ അവർ ശ്രദ്ധിക്കേണ്ട പാഠം ഈ ആയത്തിലുണ്ട്. അതുപോലെ തന്നെ 2-ാമത്തെ കാര്യം, തസറുഫാത്തിൻ നാസ് ബഅദിഹിം ലിബഅദിൻ, ജനങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ. നമ്മൾ പറഞ്ഞത് 3-ാമത്തെ തവണയാണ് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. ഓരോ തവണയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ എന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ അത് ഈമാനുള്ളവരുടെ ഹൃദയം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവൻ്റെ വിധിവിലക്കുകൾ കേൾക്കാനും അനുസരിക്കാനുമെല്ലാം പ്രേരിപ്പിക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യം നീ ജീവിതത്തിൽ പാലിക്കണമെന്നാണ്. അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ, ഇൻ ജാഅകും നിങ്ങളുടെ അരികിൽ വരികയാണെങ്കിൽ, ഫാസിഖുൻ, ഫാസിഖ് എന്ന് പറഞ്ഞാൽ അധർമ്മിയായ ഒരാൾ, തിന്മകൾ പ്രവർത്തിക്കുന്ന അതിനറിയപ്പെട്ട ഒരാൾ, ഒരു മോശക്കാരനാണ് എന്നറിയപ്പെട്ട ഒരാൾ. ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ, ഒരു അധർമ്മിയായ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു വാർത്തയുമായി നിങ്ങളുടെ അരികിൽ വന്നാൽ, ഫതബയ്യനു നിങ്ങൾ ആ വാർത്ത നന്നായി വ്യക്തത വരുത്തണം. അല്ലേ? ഫതബയ്യനു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു തലബു ഖുവ്വത്തിൽ ബയാൻ, അത് ഒരു കാര്യത്തിൽ നല്ല വ്യക്തത വരുത്താനുള്ള കൽപ്പനയാണ്. അതായത് ഒരു സംശയമില്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിങ്ങൾ വ്യക്തത വരുത്തണം. ആ പറഞ്ഞത് സത്യമാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, ഇസാബത്ത് എന്ന പദം പൊതുവെ അറബിയിൽ ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യുന്നതിനാണ് പറയുക. നന്മ ചെയ്യുന്നതിനും അത് പറയാറുണ്ട്. പക്ഷേ പൊതുവെ
അസാബ ഫുലാൻ എന്ന് പറഞ്ഞാൽ അസാബ ഫുലാൻ ഫുലാനൻ, ഒരാൾ മറ്റൊരാളെ ഇസാബത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പൊതുവെ തിന്മയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടാറുള്ളത്. പൊതുവെ അൻ തുസീബു ഖൗമൻ, നിങ്ങളൊരു വിഭാഗം ആളുകളെ ചിലപ്പോൾ ഉപദ്രവിച്ചു പോയേക്കാം. ബി ജഹാലത്തിൻ, അറിവില്ലാതെ. ഒരാളുടെ വാർത്ത കേട്ട് അത് പരിശോധിക്കാതെ നിങ്ങൾ ഒരു നടപടി സ്വീകരിച്ചാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് നിങ്ങൾ ഉപദ്രവം വരുത്തി വച്ചേക്കാം. ബി ജഹാലത്തിൻ, നിങ്ങൾക്ക് അറിവില്ലാതെ ചെയ്തു പോയേക്കാം. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഫതുസ്ബിഹു, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളായിത്തീരും. അലാ മാ ഫഅൽതും, നിങ്ങൾ ചെയ്തു പോയ ഈ പ്രവൃത്തിയിൽ നാദിമീൻ, നിങ്ങൾ ഖേദമുള്ളവരായിത്തീരുന്നതാണ്. ഇതാണ് ആയത്തിൻ്റെ ഒരു ചുരുക്കത്തിലുള്ള അർത്ഥം. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖ്, ഒരു അധർമ്മി നിങ്ങളുടെ അരികിൽ വന്നാൽ. മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞു ഇൻ ജാഅക്കും ഫാസിഖ് എന്ന ആ പദത്തിൽ നിന്ന്, പൊതുവെ അറബിയിൽ ഈ പദം, ഈ ഒരു പ്രയോഗം, ഈ ഒരു ശൈലി സ്വീകരിക്കാറുള്ളത് എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്ന അർത്ഥത്തിലാണ്. അതായത് ഒരു മുഅ്മിൻ അവൻ ബുദ്ധിയുള്ളവനാണ്, വിവേകമുള്ളവനാണ്, അവനെ ആളുകൾക്ക് നിരന്തരമായി പറ്റിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു അധർമ്മി ഒരു കള്ളവാർത്തയുമായി അവൻ്റെ അരികിൽ വന്നെത്തുക എന്നത് വളരെ വിരളമായിരിക്കും. കാരണം അവനെ പറ്റിക്കാൻ പെട്ടെന്ന് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിൻ എപ്പോഴും ബുദ്ധിയുള്ളവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങളെ നന്നായി വിലയിരുത്തുന്നവനാണ്, പെട്ടെന്ന് ചാടിക്കയറി പ്രവർത്തിക്കുന്നവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ ലാ യുൽദഉൽ മുഅ്മിൻ മിൻ ജുഹറിൻ വാഹിദിൻ മറത്തൈൻ, ഒരു മുഅ്മിനിനെ ഒരിക്കലും ഒരേ മാളത്തിൽ നിന്ന് 2 തവണ കടിയേൽക്കുകയില്ല. അപ്പോൾ അവൻ വാർത്തകളെ വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുന്നവനായിരിക്കും. എന്നതുകൊണ്ട് തന്നെ ഇൻ ജാഅക്കും ഫാസിഖ്, നിങ്ങളുടെ അരികിൽ ഒരു അധർമ്മി എപ്പോഴെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എന്ന ഒരു അർത്ഥം അവിടെയുണ്ട്. ഇത് എപ്പോഴും സംഭവിക്കുന്നതല്ല, എപ്പോഴെങ്കിലും സംഭവിച്ചാൽ. അത് സഹോദരങ്ങളെ നമ്മൾ സ്വയം പരിശോധിക്കാൻ, നമ്മൾ സ്വയം വിലയിരുത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പാഠമാണ്. നമ്മുടെ അരികിൽ എപ്പോഴും ആളുകൾ വന്ന് നമ്മളെങ്ങനെ പറ്റിച്ചു പോകുന്നുണ്ട് എങ്കിൽ, അതായത് കള്ളവാർത്തകൾ പറയുകയും നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വാർത്തകൾ സ്വീകരിക്കുന്നതിൽ നമുക്ക് സംഭവിക്കുന്ന അബദ്ധം നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇൻ ജാഅക്കും ഫാസിഖുൻ, ഫാസിഖ് എന്ന അറബി പദം ഫിസ്ഖ് എന്നതിൽ നിന്നാണ് വരുന്നത്. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഖുറൂജു അനി ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് ഒരാൾ അകന്നുപോയാൽ അതിനാണ് ഫിസ്ഖ് എന്ന് പറയുക. അപ്പോൾ ഇൻ ജാഅക്കും ഫാസിഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കാതെ ധിക്കരിച്ച് നടക്കുന്ന ഒരാൾ നിൻ്റെ അരികിൽ ഒരു വാർത്തയുമായി വന്നാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിസ്ഖ് എന്നത് അല്ലെങ്കിൽ ഫാസിഖ് എന്ന പദം ഇസ്ലാമിൽ നിങ്ങൾക്കറിയാം അല്ലേ, കാഫിർ, മുശ്രിക്, മുഅ്മിൻ, മുസ്ലിം, ഇങ്ങനെ പല പദങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഹദീസിലും പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ സാങ്കേതികമായ അർത്ഥങ്ങളുണ്ട്. ദീനിലൊരർത്ഥമുണ്ട്. ഏത് പദത്തിനും ദീനിൽ അതിൻ്റേതായ അർത്ഥമുണ്ടായിരിക്കും. അറബി ഭാഷയിലൊരർത്ഥമുണ്ടാകും, ഇസ്ലാമിൽ അതിന് മറ്റൊരർത്ഥം ഉണ്ടായിരിക്കും. സാങ്കേതിക അർത്ഥം എന്നാണെന്നല്ലോ നമ്മളതിന് പറയാറുള്ളത്. ഫാസിഖ് എന്നത് 2 അർത്ഥത്തിൽ ഖുർആനിലും സുന്നത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച വിധിവിലക്കുകൾ അതിൽ ചിലത് ധിക്കരിക്കുന്ന, എന്നാൽ അടിസ്ഥാനപരമായി മുഅ്മിനായി ജീവിക്കുന്ന, മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾ. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഒരിക്കൽ വ്യഭിചാരം വന്നുപോയിട്ടുണ്ട്. അതല്ലെങ്കിൽ കളവ് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ കളവ് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ തിന്മകൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അവൻ മുസ്ലിമാണ്. ഇതിന് ഫിസ്ഖുൻ ജുസ്ഇയ്യുൻ, ഭാഗികമായ ഫിസ്ഖ് എന്ന് പറയും. ഇത്തരക്കാരെയാണ് പൊതുവെ ഖുർആനിലും സുന്നത്തിലും ഫാസിഖ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫാസിഖ് എന്ന പദം പൊതുവെ മുസ്ലിമായ, എന്നാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാതെ ജീവിക്കുന്ന, തെറ്റുകളും തിന്മകളുമൊക്കെ ഇടക്കും തലക്കുമായി സംഭവിക്കുന്ന ആളുകൾ, അവർക്കാണ് ഫാസിഖ് എന്ന് പൊതുവെ ഖുർആനിലും ഹദീസിലും പറയാറുള്ളത്. ഇതിനാണ് ഫിസ്ഖുൻ ജുസ്ഇയ്യുൻ എന്ന് പറയുക, ഭാഗികമായ രൂപത്തിലുള്ള ധിക്കാരം. പൂർണ്ണമായ അർത്ഥത്തിൽ അവൻ കാഫിറായിട്ടുണ്ടോ, അള്ളാഹുവിനെ പരിപൂർണ്ണമായി ധിക്കരിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്നാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ ചിലതൊക്കെ അവൻ ജീവിതത്തിൽ പാലിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് ഫാസിഖ് എന്ന് പൊതുവെ ഖുർആനിലും ഹദീസിലും പറയാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, സിബാബുൽ മുസ്ലിമി ഫിസ്ഖുൻ, മുസ്ലിമിനെ ചീത്ത പറയുക എന്നത് ഫിസ്ഖാണ്. കണ്ടില്ലേ? ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഒരാൾ മുസ്ലിമിനെ ചീത്ത പറഞ്ഞാൽ, ഇല്ല, അത് പക്ഷേ തിന്മയാണ്. അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു തിന്മയാണ്.
അപ്പോൾ ഇതിനാണ് ഫിസ്ഖ് എന്ന് പറയുക, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാണ് ഫാസിഖ് എന്ന് പറയുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഖുർആനിലും ഹദീസിലും ഫിസ്ഖ് എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ധിക്കാരത്തിന് പ്രയോഗിക്കാറുണ്ട്, കുഫർ എന്ന അർത്ഥത്തിൽ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇബ്ലീസിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫസഖ അൻ അംരി റബ്ബിഹ് അല്ലേ, ഫസഖ എന്നാണ് പ്രയോഗിച്ചത്. അത് ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അവൻ ധിക്കരിച്ചു, അവൻ ഫിസ്ഖ് ചെയ്തു. അത് ചെറിയ തിന്മയാണോ, അതല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത കാര്യമാണോ, അല്ല കാഫറാകുന്ന കാര്യമാണോ? സംശയമില്ല, കാഫറാകുന്ന കാര്യമാണ്. ഇബ്ലീസ് ചെയ്ത ധിക്കാരം, അതോടുകൂടി അവൻ കാഫിറായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖ്, നിങ്ങളുടെ അരികിൽ ഒരു അധർമ്മി വന്നാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളിൽപ്പെട്ട എന്നാൽ തിന്മകൾ പ്രവർത്തിക്കുന്ന, ഹറാമുകൾ ചെയ്യുന്ന, ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുള്ള ആളുകളാണ്. അവരാണ് ഫാസിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ, നിങ്ങളുടെ അരികിൽ ഒരു ഫാസിഖായ ഒരാൾ വന്നു. എന്തുകൊണ്ട്? ബിനബഇൻ, ഒരു നബഉമായി. നബ എന്ന പദം അമ്മ ജുസ് അറിയുന്നവർക്കൊക്കെ അറിയാം അല്ലേ. അമ്മ ജുസ് ആരംഭിക്കുന്നത് സൂറത്തു അന്നബഉ കൊണ്ടാണ്. അന്നബ അതാണ് അതിലത്തെ ആദ്യത്തെ സൂറത്ത്. അമ്മ സൂറത്ത് എന്ന് നമ്മൾ പറയാറുള്ളത് സൂറത്തുൽ നബ ആണ്. എന്താ നബ എന്നതിൻ്റെ അർത്ഥം? നബ എന്ന് പറഞ്ഞാൽ ഖബറുൻ ദൂ ശഅൻ, എന്തെങ്കിലും ഗൗരവപ്പെട്ട ഒരു വാർത്തക്കാണ് നബ എന്ന് അറബിയിൽ പറയാറുള്ളത്. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം, അവർ എന്തിനെക്കുറിച്ചാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അനിൻ നബ, ഒരു വാർത്തയെക്കുറിച്ചാണ്. അൽ അദീം, മഹത്തരമായൊരു വാർത്തയെക്കുറിച്ചാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കുകളെ കുറിച്ച് സൂറത്തു അന്നബയിൽ അമ്മ ജുസിൽ ആദ്യത്തെ സൂറത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബ, ഒരു അധർമ്മിയായ ഒരാൾ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി നിങ്ങളുടെ അരികിൽ വന്നാൽ, ഒരു ഗൗരവപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ അരികിൽ കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവന്നയാളാരാണ്? ഫാസിഖാണ്, ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾ ഒരു വാർത്തയുമായി നിങ്ങളുടെ അരികിൽ വന്നാൽ ഫതബയ്യനു, നിങ്ങൾ ആ വാർത്തയിൽ വ്യക്തത വരുത്തണം. ഈ പറയുന്നത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. ഈ ആയത്തിൻ്റെ മറ്റു ചില ഖറാഅത്തുകളിൽ ഫതസബ്ബതു എന്നുണ്ട്. ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു എന്ന ഖറാഅത്തുള്ളതുപോലെ അതാണ് നമ്മുടെ മുസ്ഹഫുകളിലൊക്കെ ഉള്ളത്. മറ്റൊരു ഖറാഅത്ത് സ്ഥിരപ്പെട്ട മുതവാത്തിറ ഖറാഅത്തുകളിലൊന്ന് ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതസബ്ബതു എന്നാണ്. നിങ്ങൾക്കാർക്കെങ്കിലും പരിശോധിച്ച് നോക്കണമെങ്കിൽ എഴുതി നോക്കിയാൽ മനസ്സിലാകും. ഫതബയ്യനു എന്നത് അറബിയിൽ പുള്ളികളൊന്നുമില്ലാതെ എഴുതിയാൽ നമുക്ക് ഫതബയ്യനു എന്നും പുള്ളിയിടാം, ഫതസബ്ബതു എന്നും പുള്ളിയിടാം. രണ്ട് രൂപത്തിലും അത് എഴുതാൻ സാധിക്കും. ആദ്യം പുള്ളി ഇല്ലാതെ എഴുതി വെക്കുക, ഫതബയ്യനു എന്ന് എഴുതുക. എന്നിട്ട് ഫതസബ്ബതു എന്ന് അവിടെ പുള്ളി ഇട്ട് നോക്കുക, നിങ്ങൾക്ക് രണ്ടും സാധിക്കും. ഈ രണ്ട് ഖിറാഅത്തും അവിടെ ഉണ്ട്. ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു ഫതസബ്ബതു, രണ്ടുമുണ്ട്. ഫതബയ്യനു എന്ന് പറഞ്ഞാൽ വ്യക്തത വരുത്തുക, ഫതസബ്ബതു എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തുക. ചിലർ പറഞ്ഞു തഅമ്മലു, നന്നായി ചിന്തിക്കുക, ഈ പറഞ്ഞ വാർത്ത സത്യമാണോ ശരിയാണോ പരിശോധന നടത്തുക, അന്വേഷകരെ പറഞ്ഞയക്കുക, ഇങ്ങനെ തസബ്ബുത്ത് നടത്തുക, ഉറപ്പ് വരുത്തുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, അധർമ്മിയായ ഒരാൾ ഒരു വാർത്ത കൊണ്ടുവന്നാൽ അത് പരിശോധിക്കാതെ സ്വീകരിക്കരുത്, പരിശോധിക്കൽ നിർബന്ധമാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. ഈ ആയത്തിൽ നിന്ന് ഒരു അധർമ്മിയായ ഒരാൾ ഒരു വാർത്ത കൊണ്ടുവന്നാൽ പരിശോധിക്കൽ നിർബന്ധമാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. കാരണം അള്ളാഹു കൽപ്പിക്കുകയാണ്, ഫതബയ്യനു, അന്വേഷിക്കണം, പരിശോധിക്കണം. അപ്പോൾ പരിശോധിക്കാതെ വാർത്ത സ്വീകരിക്കരുത്. സഹോദരങ്ങളെ, ജനങ്ങളിൽ പലരും അവരുടെ അവസ്ഥ എവിടുന്ന് എന്ത് കേട്ടാലും സ്വീകരിക്കുക എന്നതാണ്. അതും ചിലപ്പോൾ വലിയ ഗൗരവപ്പെട്ട വിഷയങ്ങളിലായിരിക്കും. മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളിൽ വരെ ചിലപ്പോൾ അവൻ സംസാരിക്കുന്നത് ഏതെങ്കിലും ആളുകൾ എവിടെ നിന്നിട്ട് ഇരുന്ന് ചായക്കടയിലൊക്കെ ഇരുന്ന് പറഞ്ഞ് വർത്തമാനം കേട്ടിട്ടായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിമായ ഒരാളൊരു വാർത്ത സ്വീകരിക്കുമ്പോൾ അതിൻ്റെ സ്രോതസ്സ് നന്നായി പരിശോധിക്കണം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വാർത്തകളുടെ പ്രധാന സ്രോതസ്സ് എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ച് ഷെയ്ഖ് മഖ്ബൂൽ ഇബ്നു ഹാദി അൽ വാദിഇ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് കുറച്ചു നേരം
കളവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ മാധ്യമ പ്രവർത്തകരോടൊപ്പം ഇരുന്നാൽ മതി എന്നാണ്. കാരണം അതിന് മാത്രം കളവ് പറയുന്നവരാണ് ഈ കൂട്ടർ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് മാധ്യമങ്ങളിൽ വന്നതെല്ലാം തൊണ്ട തൊടാതെ ഒഴുകുക എന്ന സ്വഭാവം ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. കാരണം പ്രത്യേകിച്ചും മാധ്യമങ്ങൾ അവ വിശുദ്ധിയുടെ കാര്യത്തിൽ വളരെ പിറകിലാണ്. ആളുകൾ കൂടുതൽ വായിക്കാൻ സഹായിക്കുന്ന എന്തൊരു കാര്യമുണ്ടോ അത് പ്രചരിപ്പിക്കുക എന്നതല്ലാതെ അത് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ നന്മയുണ്ടോ, അതുകൊണ്ട് ദോഷമുണ്ടോ, സമൂഹത്തിന് എന്തെങ്കിലും ഉപദ്രവമുണ്ടോ, പ്രയാസമുണ്ടോ എന്ന കാര്യം ഒരു വേള പോലും ചിന്തിക്കാത്ത ഒരു സമൂഹമാണ് ഈ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമപ്രവർത്തകർ. നല്ല ഉദ്ദേശത്തിൽ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, പക്ഷേ കൂടുതൽ ആളുകളുടെയും കാര്യം പലപ്പോഴും വ്യക്തികളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ആളുകൾക്ക് സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ, ഇതൊക്കെ പരസ്യമാക്കുക, ഇതിൻ്റെ പിന്നാലെ കൂടുക, ഇങ്ങനെ എന്തും വൈറലാക്കാനുള്ള ശ്രമത്തിലാണ് ആളുകളുള്ളത്. ആളുകൾക്ക് എപ്പോഴും നല്ല വാർത്തകളെക്കാൾ മോശം വാർത്തകളോടാണ് താല്പര്യമുണ്ടാവുക. മാധ്യമങ്ങൾ ആളുകൾ വായിക്കണമെങ്കിൽ ആളുകൾക്ക് താല്പര്യമുള്ള മോശം വാർത്തകൾ വേണം. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഉപദ്രവം ഉണ്ടാകുമെന്നത് അവർക്കൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിമായ ഒരാൾ മാധ്യമങ്ങളിൽ നിന്ന് വാർത്തകൾ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് സത്യമാണോ എന്ന് നന്നായി പരിശോധിക്കണം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഫിത്നകൾ സംഭവിക്കുന്ന, യുദ്ധങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികളെക്കുറിച്ച്, പണ്ഡിതന്മാരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇത് അടിച്ചുവിടുന്നവർ, അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ തിരുത്തുക പോലും ചെയ്യാറില്ല. അപ്പോൾ അവരുടെ അരികിൽ നിന്നൊന്നും ഇത്തരം വിഷയങ്ങളിൽ വാർത്തകൾ നിങ്ങൾ സ്വീകരിക്കരുത്. മറിച്ച് വിശ്വസനീയമായ സ്രോതസ്സാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കുകയും പറയാൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും പാടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, നിങ്ങൾക്കൊരു വാർത്ത വന്നെത്തിയാൽ പരിശോധിക്കണം. അത് മാധ്യമപ്രവർത്തകർ, മാധ്യമങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ബാധകമാണ്. മസ്ജിദിലെ കമ്മിറ്റിയിലുള്ള ആളുകൾ, അതിലേതെങ്കിലും ഒരാൾ നിനക്കൊരു വാർത്ത കൊണ്ടുവന്നത്, നിനക്കറിയാം അവൻ അത്ര സൂക്ഷ്മതയുള്ള ആളല്ല എങ്കിൽ അവൻ്റെ വാർത്ത കേട്ട് പെട്ടെന്ന് പോയി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യരുത്. ശ്രദ്ധിക്കണം. ഈ ഒരു കൽപ്പന മനുഷ്യർ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര കുഴപ്പങ്ങൾ, എത്ര ആളുകൾ മരിക്കുന്നത് വരെ തടയാൻ സാധിക്കുമായിരുന്നു. ആളുകൾ ചിലപ്പോൾ കൊലപാതകത്തിലേക്ക് വരെ എത്താൻ കാരണമാവുന്നത് ഒരു വാർത്ത കേൾക്കും, ചിന്തിക്കുക പോലും ചെയ്യാതെ ഉടനടി ചാടിക്കരുത്തിരും. എത്ര വിവാഹബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ട്, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയായിട്ടുണ്ട്, എത്ര സുഹൃത്ത് ബന്ധങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് ഈ ഒറ്റ കൽപ്പന പാലിക്കാത്തത് കൊണ്ടാണ്. ഒരു വാർത്ത കേട്ടാൽ ഫതബയ്യനു, നന്നായി ഉറപ്പുവരുത്തുക, അത് വളരെ ഗൗരവപ്പെട്ടതാണ്. ഉസൂലുൽ ഫിഖ്ഹിൽ പറയാറുണ്ട്, മഫ്ഹൂമുൽ മുഖാതബ എന്ന് പറയും. അള്ളാഹു ഒരു കാര്യം, ഒരു അധർമ്മി നിങ്ങളുടെ അരികിൽ ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ നേരെ വിപരീതം എന്താണ്? സത്യസന്ധനാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങളത് പരിശോധിക്കേണ്ടതില്ല, നിങ്ങൾക്കത് വിശ്വസിക്കാവുന്നതാണ്. കളവ് പറയില്ല എന്ന് നിങ്ങൾക്ക് ഉറച്ച ബോധ്യമുള്ള ഒരാൾ ഒരു വാർത്ത കൊണ്ടുവന്നു, അത് പിന്നെ നിങ്ങൾ പരിശോധിക്കേണ്ടതില്ലെന്ന് വിശ്വസിക്കാം. ഹദീസുകൾ നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലെ സനദുകൾ പരിശോധിച്ച് സത്യസന്ധരായ ആളുകളാണ് ഈ ഹദീസ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? സത്യസന്ധർ ഒരു വാർത്ത കൊണ്ടുവന്നാൽ നമുക്കത് വിശ്വസിക്കാം. അപ്പോൾ അതുകൊണ്ടാണ്. വിയായത്തിൻ്റെ നേരെ വിപരീതാർത്ഥം എന്താണ്? വിശ്വസ്തനായ ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ അറബിയിൽ സാങ്കേതികമായി പറയും സിഖത്ത് എന്ന് പറയും. സിഖത്തായ ഒരാൾ, അതായത് ആൾ ജീവിതത്തിൽ കളവ് പറയാത്ത, അള്ളാഹുവിനെ പേടിയുള്ള, ഹറാമുകൾ ജീവിതത്തിൽ കൊണ്ടുവരാത്ത, ബിദ്അത്തുകളിൽ പൊതുവെ അകപ്പെടാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ അയാളുടെ വാർത്ത സ്വീകരിക്കാവുന്നതാണ് എന്ന് ഈ പറഞ്ഞതിൽ നമ്മൾ അത് പ്രത്യേകം പരിശോധന നടത്തില്ല. അങ്ങനെ എല്ലാ വാർത്തയും നമ്മൾ പരിശോധിക്കേണ്ടി വന്നാൽ ദുനിയാവിലൊരു കാര്യവും നടക്കുകയില്ല. എല്ലാ വാർത്തയും പരിശോധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിയമമാണ് ഈ പറയുന്നത്. അധർമ്മി വന്നാൽ പരിശോധിക്കണം, സത്യസന്ധനായ ഒരാൾ വന്നാൽ പരിശോധിക്കാതെ നിങ്ങൾക്ക് ആ വാർത്ത സ്വീകരിക്കാം, അതുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, നിങ്ങൾ ഒരു ജനതയ്ക്ക് ഉപദ്രവം ഏൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണത്. ബിജഹാലത്തിൻ, നിങ്ങൾക്ക് അറിവില്ലാതെ. ജഹാലത്ത് എന്ന പദം രണ്ട് കാര്യങ്ങൾക്ക് വിപരീതമായി പറയാറുണ്ട്. ഒന്ന് ഇൽമാൻ, ഇൽമിൻ്റെ വിപരീതമാണ് ജഹാലത്ത്. ഇൽമെന്ന് പറഞ്ഞാൽ അറിവ്, അറിവിന് വിപരീതമാണ് അജ്ഞത.
ആ അർത്ഥത്തിൽ ജഹാലത്ത് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തേത് ഹിൽമാൻ, ഒന്ന് ഇൽമാൻ ഐനാൻ, രണ്ടാമത്തേത് ഹാൻ ഹാൻ ഹിൽമ് എന്ന് പറയും. ഹിൽമ് എന്ന് പറഞ്ഞാൽ അവധാനത. അവധാനതയ്ക്ക് നേരെ വിപരീതം ഏതാണ്? ധൃതിയാണ്. അപ്പം തുസീബു ഖൗം ജഹാല, നിങ്ങൾ അവധാനതയില്ലാതെ ഒരു ജനതയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടുക്കാനാണ് അള്ളാഹു ഇത് പറയുന്നത്. അതല്ലെങ്കിൽ അൻ തുസീബു ഖൗമൻ ബിജഹാല ബിജഹലിൻ, നിങ്ങൾ വിവരമില്ലാതെ ഒരു ജനതയെ പോയി ഉപദ്രവിക്കുന്നതിൽ നിന്ന് തടയാനാണ് അള്ളാഹു നിങ്ങളോട് ഇത് പറയുന്നത്. കാരണം ഒരു അധർമ്മി നിങ്ങൾക്കൊരു വാർത്ത കൊണ്ടുവന്നു തന്നാൽ അത് ഉറപ്പുവരുത്താത്തിടത്തോളം അതൊരു അറിവാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു ഊഹം മാത്രമാണ്, അറിവായിട്ടില്ല. അതുപോലെ തന്നെ ഒരു അധർമ്മിയുടെ വാർത്ത നിങ്ങൾ പരിശോധിക്കാതെ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ധൃതി പിടിക്കലാണ്. നിങ്ങൾ അവധാനത കാണിച്ചിട്ടില്ല, അവധാനതയ്ക്ക് വിരുദ്ധമാണത് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, അങ്ങനെ നിങ്ങൾ അറിവില്ലാതെ എടുത്തു ചാടി പ്രവർത്തിച്ചാൽ പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അപ്പോൾ ഖേദിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മുഫസ്സിറുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഖേദം വരുത്തി വെക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല. പിന്നെ ഖേദിക്കേണ്ടി വരുന്നൊരു കാര്യം നമ്മൾ ചെയ്യരുത്. കാരണം ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അവന് സന്തോഷം നൽകേണ്ടതാണ്. വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല, മുൻപുള്ളതിനേക്കാൾ നല്ലതിലേക്കാണ് നമ്മൾ പോകേണ്ടത്, മുൻപുള്ളതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്കല്ല. അപ്പോൾ ഒരു മുഅ്മിൻ അവന് ഖേദമുണ്ടാക്കുന്ന കാര്യം പ്രവർത്തിക്കരുത് എന്ന് ഈ ആയത്തിൽ നിന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അൽ മഅസിയതു ലദ്ദതു സാഅത്തിൻ വനദമു ഉമർ, തിന്മകൾ എന്നത് ലദ്ദതു സാഅത്തിൻ, ഒരു ചെറിയ നിമിഷ നേരത്തേക്ക് മാത്രമുള്ള ആസ്വാദനമാണ്. വനദമു ഉമർ, ആയുഷ്കാലം ഖേദിക്കാനുള്ള കാരണവുമാണ്. ആയുഷ്കാലം ഖേദിക്കുക എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്താൽ പൊതുവെ മനുഷ്യന് ഖേദമുണ്ടാകും, ചെയ്യേണ്ടിയിരുന്നില്ല, വേണ്ടതില്ലായിരുന്നു എന്ന് തോന്നും. അത് ദുനിയാവിലെ കാര്യമാണ്. ആഖിറത്തിൽ സുബ്ഹാനല്ലാഹ് യൗമുൽ ഹസ്റ, നിരാശയുടെ ദിവസം വന്നെത്തുമ്പോൾ ആ തിന്മ അവന് യാതൊരു സന്തോഷവും നൽകുകയില്ല. ഏതെങ്കിലും ഒരു വിചാരം കൊണ്ട് അവനുണ്ടായ ആസ്വാദനം പരലോകത്ത് അവനെന്തെങ്കിലും ആശ്വാസം നൽകുമോ? ഒരിക്കലുമില്ല, അവന് പേടിയിലാണ്. അപ്പോൾ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ ഖേദം വരുത്തി വെക്കുന്ന കാര്യങ്ങളിലേക്ക് പോകരുത്. അപ്പോൾ ഖേദം വരുത്തി വെക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അധർമ്മിയുടെ വാർത്ത വിശ്വസിക്കാതെ, അധർമ്മിയുടെ വാർത്ത പരിശോധിക്കാതെ സ്വീകരിക്കുക എന്നത്. അതുപോലെ തന്നെ ഖേദം വരുത്തി വെക്കുന്ന വേറെ കാര്യങ്ങളുമുണ്ട്, അതും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഈ പറഞ്ഞ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു, അധർമ്മികളുടെ വാർത്ത പരിശോധിക്കാതെ സ്വീകരിക്കുന്നത് ഹറാമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അള്ളാഹു പറഞ്ഞത്, നിങ്ങളൊരു അധർമ്മിയുടെ വാർത്ത സ്വീകരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഖേദിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. എപ്പോഴാണ് ഖേദമുണ്ടാവുക? തിന്മ ചെയ്താലാണ് ഖേദമുണ്ടാവുക. അപ്പോൾ അധർമ്മിയുടെ വാർത്ത സ്വീകരിക്കുന്നത് തിന്മയാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഖുർആനിൽ നിന്ന് ഇങ്ങനെയാണ് തെളിവുകൾ സ്വീകരിക്കാറുള്ളത്, അതിൻ്റെ രൂപങ്ങളിൽ ഒന്നാണ്. ശരി, ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം വാർത്തകളെ എങ്ങനെ സമീപിക്കണമെന്നതാണ്. വാർത്തകളെ നമുക്ക് നാലായി തിരിക്കാം. ഒന്നാമത്തേത് ഖബറു അസ്സിഖത്തി അസ്സാദിഖ്, വിശ്വസ്തനായ സത്യസന്ധത കൊണ്ട് അറിയപ്പെട്ട ഒരാൾ ഒരു കാര്യം പറഞ്ഞു എങ്കിലത് സ്വീകരിക്കാം, പരിശോധിക്കേണ്ടതില്ല. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ആകാൻ ശ്രമിക്കണം. തമാശക്ക് പോലും കളവ് പറയരുത്. നമ്മുടെ വാർത്തകളുടെ നിലവാരം അതോടുകൂടി ഇല്ലാതെയാണ്. കളവ് പറയരുത്, കളവ് പറയാനേ പാടില്ല. തമാശക്കും പറയരുത്, കാര്യമായിട്ട് എന്തായാലും പറയാൻ പാടില്ല. തമാശക്ക് തീരെയും പറയരുത്, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയും പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വൈലുൻ ലിമൻ യുഹദ്ദിസു നാസ ഫയക്ദിബ് ലിയുദ്ഹിക ബിഹിന്നാസ്, ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി കളവ് പറയുന്നയാൾ അവന് നാശമുണ്ടാകട്ടെ. വൈലുല്ലഹു സുമ്മ വൈലുല്ലഹു, അവന് നാശമുണ്ടാകട്ടെ, അവന് നാശമുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. കളവ് പറയരുത് ഒരു കാര്യത്തിൽ. ഇപ്പോൾ സത്യസന്ധനായ ഒരാൾ, അയാളുടെ വാർത്ത സ്വീകരിക്കാം. രണ്ടാമത്തെ കാര്യം, വാർത്തകൾ നമ്മൾ പറഞ്ഞു, സത്യസന്ധൻ്റെ വാർത്ത. രണ്ടാമത്തേത് കള്ളനാണ് എന്ന് നമുക്ക് ഉറപ്പുള്ളവരാണ്, അയാളുടെ വാർത്ത സ്വീകരിക്കരുത്, തള്ളിക്കളയണം. ആളുകൾ സുബ്ഹാനല്ലാഹ്, പ്രത്യേകിച്ച് ദീനിൻ്റെ കാര്യത്തിൽ കളവ് പറഞ്ഞു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകളുടെ വാർത്ത കേട്ടാലും പിന്നെയും ചോദിക്കും, ഇയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ?
അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? അങ്ങനെയാകരുത്. ഒരാൾ കാലങ്ങളായി കളവ് പറയുന്നു, എന്നിട്ട് അയാളെ പിടികൂടും, അയാൾ തിരുത്തും, അല്ലെങ്കിൽ തിരുത്തില്ല, മിണ്ടില്ല. എത്രയോ തവണ അയാളുടെ കള്ളത്തരം പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ മുദബ്ബിറുൽ ആലം, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ഇവർ കളവ് പറയുന്നവരാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യമാണ്. എത്ര തവണയാണ് ഈ കൂട്ടർ കളവ് പറയുന്നത്? എത്ര തവണയാണ് ഇവർ കള്ള ഹദീസുകൾ കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിക്കുന്നത്? ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലായാലും ബോധ്യപ്പെട്ടാലും പിന്നെയും അവനെന്തെങ്കിലും പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു ശരിയുണ്ടാകുമോ എന്നാണ് ആളുകൾ അന്വേഷിക്കുന്നത്. കള്ളനായ ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ ആ വാർത്ത പരിഗണിക്കേണ്ടതേ ഇല്ല. അങ്ങനെ കള്ളന്മാരെ പരിശോധിക്കാൻ തുടങ്ങിയാൽ, അവരുടെ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. കാരണം അതിന് മാത്രം കള്ളന്മാർ ദുനിയാവിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വാർത്തകൾ കണ്ടാൽ തിരിഞ്ഞു കളയാം. എപ്പോഴെങ്കിലും ചിലപ്പോൾ അവൻ സത്യം പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ അവൻ്റെ ആ സത്യം നമുക്ക് വേണ്ടതില്ല. അത് സത്യമാണ് എന്ന് വേറെ ഏതെങ്കിലും സ്രോതസ്സിൽ നിന്ന് ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കാമെന്നല്ലാതെ അവനെക്കൊണ്ട് ആ വാർത്ത ഒരിക്കലും നമ്മുടെ അരികിൽ ഒരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല. രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഇതിനിടയിലുള്ള ആളാണ്. ഒന്ന് സത്യം പറയുന്ന ആളാണ്, രണ്ട് എപ്പോൾ കളവ് പറയുന്ന ആളാണ്, മൂന്ന് ഇതിനിടയിലുള്ളയാളാണ്. അയാളാണ് ഫാസിഖ്. അയാൾ തിന്മകൾ പ്രവർത്തിക്കുന്നയാളാണ്. തിന്മകൾ പ്രവർത്തിക്കുന്ന എല്ലാവരും കളവ് പറയുന്നവരാണ് അല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ജീവിതത്തിൽ തിന്മകൾ ചെയ്യുന്ന ചില ആളുകളിൽ സത്യസന്ധത എന്ന സ്വഭാവം ചിലപ്പോൾ അങ്ങേയറ്റം ഉണ്ടായിരിക്കും. ആൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തിന്മകളിൽ അകപ്പെട്ടു പോയാളായിരിക്കും, പക്ഷെ കളവ് പറയില്ല. അങ്ങനത്തെ ഇത്ര ആളുകളുണ്ട് ദുനിയാവിൽ, അങ്ങനെ ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ല അദാലത്തു തതബഅദ്, ഒരു വ്യക്തിയുടെ വിശ്വസ്തത എന്നത് മാറി മറിയുന്നതാണ്. ചില ആളുകൾ തിന്മകൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ഒരു കളവ് പറയില്ല. അങ്ങനത്തെ ആളുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല തിന്മകൾ ചെയ്യുന്നവനെ അവൻ്റെ വാർത്ത സ്വീകരിക്കുന്നതിന് മുൻപ് പരിശോധിക്കണമെന്ന് പറഞ്ഞത്. കാരണം അവൻ്റെ തിന്മകൾ ചിലപ്പോൾ അവനെ കളവ് പറയുന്നതിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യത മാറ്റുന്നതിന് വേണ്ടിയാണ് പരിശോധിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ജനങ്ങളിൽ ചിലരെ കാണാം, ചിലപ്പോൾ അവരുടെ പക്കൽ ചില തിന്മകളുണ്ടായിരിക്കും, പക്ഷേ സത്യസന്ധത എന്നത് അവരുടെ മറ്റൊരു ഗുണമായിരിക്കും. ഈ തിന്മയുണ്ടെങ്കിലും സത്യമേ പറയും. അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, അവർ ചിലപ്പോൾ ചില വിഷയത്തിൽ കളവ് പറഞ്ഞേക്കാം, പക്ഷേ ചില വിഷയങ്ങളിൽ കളവ് പറയില്ല. അതിൽ ഉറപ്പായും സത്യമേ പറയും. ഉദാഹരണത്തിന് ബിസിനസ്സിൻ്റെ കാര്യം, സാമ്പത്തിക ഇടപാട്, അതിലവൻ കളവ് പറയില്ല. പക്ഷേ എന്നാൽ ചിലപ്പോൾ അയൽവാസികളെക്കുറിച്ചോ അതല്ലെങ്കിൽ കൂട്ടുകാരെക്കുറിച്ചോ എന്തെങ്കിലും റീബത്ത് പറയുമ്പോൾ കുറച്ച് കളവൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കും, പക്ഷേ സാമ്പത്തിക കാര്യത്തിൽ കളവ് പറയില്ല. അങ്ങനെ ആളുകളുണ്ട്. അപ്പം അവൻ്റെ സാമ്പത്തിക വിഷയത്തിലുള്ള വാക്കുകൾ സ്വീകരിക്കാൻ പറ്റുന്നതാണ്, പക്ഷേ പരിശോധനയ്ക്ക് ശേഷം. എന്നാൽ മറ്റുള്ള ആളുകളെക്കുറിച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം ആളുകൾ ഇങ്ങനെയാണ്. ആളുകളുടെ അവസ്ഥകൾ പരിഗണിക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം അത് ഓർമ്മപ്പെടുത്തിയതായി കാണാം. 3 കാര്യം: സത്യസന്ധൻ വാർത്ത സ്വീകരിക്കാം, കള്ളനായ ഒരാൾ വാർത്ത സ്വീകരിക്കരുത്, അധർമ്മിയായൊരു മനുഷ്യൻ അവൻ്റെ വാർത്ത പരിശോധിക്കണം. 4-മത്തെ ആൾ, അവൻ സത്യസന്ധനാണോ, അവൻ കള്ളനാണോ, അവൻ അധർമ്മിയാണോ എന്ന് നമുക്കറിയില്ല. ഒരു ചങ്ങാതി, ഒരു മനുഷ്യൻ, അയാൾ വന്ന് നമ്മളോടൊരു വാർത്ത പറഞ്ഞു. ഇയാൾ സത്യസന്ധനാണോ എന്നറിയില്ല, ഇയാൾ കള്ളനാണോ എന്നറിയില്ല, ഇയാൾ അധർമ്മിയാണോ എന്താ ഒന്നും അറിയില്ല. ഉലമാക്കൾ അവർ പറഞ്ഞു, ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, അവരുടെ വാർത്ത സ്വീകരിക്കാതെ പരിശോധിക്കുകയാണ് വേണ്ടത്. കാരണം അവൻ്റെ അവസ്ഥ നമുക്കറിയില്ല. ചിലപ്പോൾ അവൻ പറയുന്നതിൽ ചിലപ്പോൾ അബദ്ധമുണ്ടായിരിക്കാം. അതുകൊണ്ട് പരിശോധിക്കാതെ അവൻ്റെ വാർത്ത സ്വീകരിക്കാൻ പാടില്ല. അവർക്കാണ് മജ്ഹൂലുൽ ഹാൽ എന്ന് പറയുക. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അവർക്കാണ് മജ്ഹൂൽ എന്ന് പറയുക. ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് അതിനൊരു കാരണമുണ്ട്. സബബുൻ നുസൂൽ. ഈ സബബുൻ നുസൂൽ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അൽഖബത്ത് ഇബ്നു നാജിഹ അവർ പറയുന്നു, അദ്ദേഹം പറയുന്നു, ബഅസ ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽവലീദ് ഇബ്നു അബി മുഅയ്യിത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽപ്പെട്ട വലീദ് ഇബ്നു അബി മുഅയ്യിത്ത് അദ്ദേഹത്തെ ഞങ്ങളുടെ അരികിലേക്ക് അയച്ചു. യുസദ്ദിഖു അംവാലന,
ഞങ്ങളുടെ സ്വതക്കകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ അയച്ചത്. ഫസാറ ഹത്ത ഇദാ കാന ഖരീബൻ മിന്ന, അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കേട്ട് ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ഞങ്ങളുടെ നാടിനോട് അടുക്കാനായപ്പോൾ സുമ്മ റജ, അദ്ദേഹം തിരിച്ചുപോയി. ഫറക്കിബ്ന ഫി അസരിഹ്, ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ചില റിവായത്തുകളിൽ കാണാം, അദ്ദേഹം ഇവരുടെ അരികിലേക്ക് എത്തുമ്പോൾ ഈ നാട്ടുകാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കാൻ, വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അദ്ദേഹത്തെ ആവേശത്തോടു കൂടി വരവേൽക്കാൻ നിൽക്കുകയാണ്. എന്നാൽ ചില റിവായത്തുകളിൽ വന്നതുപോലെ വലീദ് ഇബ്നു ഉഖ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതൻ, അദ്ദേഹം ഈ നാട്ടിലേക്ക് യാത്ര തിരിച്ചപ്പോൾ യാത്രക്കിടയിൽ വഴിയിൽ വെച്ച് ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ നീ പോകുന്ന നാട്ടുകാർ അവരൊക്കെ സദഖ തരാതെ പിടിച്ചു വലിക്കാൻ വേണ്ടി, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ വാർത്തയുണ്ട്. അദ്ദേഹം അവരുടെ നാട്ടിലേക്ക് എത്തുമ്പോഴാകട്ടെ ഈ നാട്ടുകാരെല്ലാം വസ്ത്രമൊക്കെ ധരിച്ച് തയ്യാറായി നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം തിരിച്ചുപോയി. സഹാബി പറയാണ്, ഫറക്കിബ്ന ഫി അസരിഹ്, അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിറകിൽ അദ്ദേഹത്തെ പിന്തുടർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതൻ അടുത്തേക്ക് വന്നു, തിരിച്ചു പോകുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു. ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, വലീദ് ഇബ്നു ഉഖ്ബ ഇബ്നു അബി മുഅയ്യിദ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അതൈതു ഖൗമൻ ഫീ ജാഹിലിയ്യതിഹിം അഖദുൽ ലിബാസ വമനഉ സദഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതൻ തിരിച്ചു ചെന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ചെന്നപ്പോൾ ആ ജനങ്ങളെ ഞാൻ കണ്ടത് ജാഹിലിയത്തിൽ ജീവിക്കുന്ന ഒരു ജനങ്ങളായിക്കൊണ്ടാണ്. അവരതാ യുദ്ധത്തിനൊക്കെ തയ്യാറായി വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുന്നു, അവർ സദഖ നൽകാൻ തയ്യാറായിട്ടില്ല. ഈ സഹാബി അദ്ദേഹം പറയാണ്, ഫലം യുഗയ്യർ ദാലിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത നസലത്തിൽ ആയ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ഇതാണ് ഈ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം. വലീദ് ഇബ്നു ഉഖ്ബ ഇബ്നു അബി മുഅയ്യിദിൻ്റെ കാര്യത്തിലാണ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് അവതരിച്ചത് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് അനേക മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഹാബിയുടെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്, ഈ സംഭവത്തിലാണ്. അങ്ങനെ ഈ നാട്ടുകാർ അവർ ഇദ്ദേഹത്തിൻ്റെ പിറകിൽ വന്നിരുന്നല്ലോ, അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ ദൂതൻ ഞങ്ങളുടെ അരികിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി നിന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അദ്ദേഹത്തിന് എന്തോ ഒരു പ്രയാസമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പിറകിൽ തന്നെ വന്നത്. ഞങ്ങളുടെ സദഖയുടെ സകാത്തിൻ്റെ മുതലിത ഞങ്ങൾ ഒപ്പം കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ കുറച്ചു ഭാഗം കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിക്കുകയും അവരുടെ സദഖ കൈപ്പറ്റുകയും ഒക്കെ ചെയ്തു. ഈ സംഭവം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം ഞാൻ പറയട്ടെ. ഒരാളും ഈ ആയത്തോ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമോ കേട്ടതിന് ശേഷം വലീദ് ഇബ്നു ഉഖ്ബയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഫാസിഖ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. സഹാബിയെക്കുറിച്ച് അള്ളാഹു ഫാസിഖ് എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ ഈ ചരിത്രം പറയുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, വലീദ് ഇബ്നു ഉഖ്ബ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ അരികിൽ ഈ ആളുകളെല്ലാം സദഖ നൽകാതെ തടഞ്ഞു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞയാൾ, അയാളെക്കുറിച്ചായിരിക്കണം ഇവിടെ ഫാസിഖ് എന്ന് പറഞ്ഞത് എന്ന് ഇബ്നു അൽ അറബി റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചത് കാണാം. അപ്പോൾ ഈ ആയത്തിൽ സഹാബിയെക്കുറിച്ച് അള്ളാഹു ഫാസിഖ് എന്ന് പറഞ്ഞിട്ടില്ല. സഹാബികൾ, അവരെക്കുറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം എന്താണ്? അവരെല്ലാവരും നീതിമാന്മാരാണ്, സത്യസന്ധരാണ്. അവരിൽ ഒരാളെപ്പോലും നമ്മൾ മോശമായി പറയാൻ പാടില്ല. അള്ളാഹു ഖുർആനിൽ പറയാം, റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആളുകളാണ് സഹാബിമാർ. അവരെ ഒരാളെയും ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ പാടില്ല. കാരണം അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകിയ ആൾക്കാരെ നമ്മളെങ്ങനെ ആക്ഷേപിക്കാൻ പറ്റും? അത് ഒരിക്കലും പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട പാഠമാണ്. അപ്പോൾ ഈ അഖീദ പാഠം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. സഹാബിമാരെക്കുറിച്ച് മോശം പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങളെൻ്റെ സഹാബിമാരെക്കുറിച്ച് മോശം പറയരുത്.
അവിടുന്ന് പറഞ്ഞു ഇദാ ദുക്കിറ അസ്ഹാബി ഫഅംസിക്കൂ, സഹാബികളെക്കുറിച്ച് മോശം പറയപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ മിണ്ടരുത്. അവർക്കിടയിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പോലും എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ആക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തിലോ അതല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുന്നതിന് കാരണമാകുന്ന രൂപത്തിലോ ആ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, മിണ്ടാതിരിക്കുക. അവർ കഴിഞ്ഞുപോയൊരു ജനതയാണ്. ആ ജനതയ്ക്ക് അതിനുമാത്രം സമുദ്ര സമാനമായ നന്മകളുണ്ട്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ 1-2 തെറ്റുകൾ അതിനെക്കുറിച്ച് പിൽക്കാലഘട്ടത്തിലുള്ളവർ ചർച്ച ചെയ്യുന്നതിൽ പ്രത്യേകിച്ചൊരു ഫലവും ഉപകാരവും ലഭിക്കാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള ചില പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബ് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പാലിക്കാനും നമുക്ക് അവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم فقهنا في الدين، اللهم فقهنا في كتابك، اللهم علمنا تأويل كتابك، اللهم علمنا تأويل كلامك. اللهم ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.